എറണാകുളം ചെല്ലാനത്ത് കടലാക്രമണം ഇന്നും രൂക്ഷമാണ്. കണ്ണമാലി ഭാഗത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ഞങ്ങളുടെ പ്രയാസം കൊണ്ട് പറഞ്ഞുകൂടതാണ്. ഞങ്ങൾ ഒരു കുടുംബം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? കിടന്നുറങ്ങണ്ടേ രാത്രി? ഒന്ന് ഉറങ്ങണമല്ല ഞങ്ങൾക്കൊന്ന് ബാത്റൂമിൽ പോയി അത് കുളിക്കണ്ടേ? ഇന്നലെ കുളിച്ചിട്ടില്ല. ഉപ്പുവെള്ളത്തിൽ നിന്ന് പോയി ഉടുപ്പ് പോയി മാറിയിട്ട് കിടന്നുറങ്ങിയത് അറിയാമോ? അത് ഞങ്ങളുടെ വ്യാതനാണ് ഈ പറയണത്, വേറെ ഒന്നുമല്ല പറയണത്. ഇന്നലെ ഉച്ചക്കും രാത്രിയൊക്കെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. 10:30 മണിക്കാണ് അടിച്ചു തൂത്തിട്ടും ആ വെള്ളത്തിൽ ഫാൻ വിട്ട് ഉണക്കിയിട്ട് ആ വെള്ളത്തിൽ കിടന്നുറങ്ങിയത്. ഇന്ന് പ്രസിഡന്റ് വന്നാണ്. ഞാൻ പ്രസിഡന്റിനെ കടലിൽ കയറണേന്നും പോലെ അങ്ങ് പറയണേണ്. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്തതാ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തത്, ഞങ്ങള് ആകെ വെള്ളത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇന്നും പ്രസിഡന്റ് വന്ന് പോയി. ഇത് കടലിൽ കയറേന്നും പോലെ ഇത്തിരി മണ്ണുണ്ടെങ്കിൽ GA2 ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ല. ഇപ്പൊ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ? ചെല്ലാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി സൂര്യശ്രീ ഉണ്ട്. സൂര്യശ്രീ, നമ്മൾ എല്ലാ വർഷവും കാണുന്ന കാഴ്ചകളാണ്. ഇവിടെ ജിയോ ബാഗ് സംവിധാനമൊന്നും ഇല്ലാത്ത മേഖലയാണോ? ഇവരുടെയൊക്കെ അവസ്ഥ അങ്ങേയറ്റം ദുരിതമയമാണോ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും അനുജ, എറണാകുളം ജില്ലയിലെ ചെല്ലാനത്തെ കണ്ണമാലി അതുപോലെ തന്നെ ചെറിയ കടവ് പ്രദേശങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കടൽ കയറ്റം രൂക്ഷമായിരിക്കുന്നത്. രാവിലെ 10 മണി മുതലാണ് ഇത്തരത്തിൽ കടൽ അടിച്ചു കയറി നിരവധി വീടുകളിലേക്കൊക്കെ കയറിയിരിക്കുന്നത്. പ്രദേശത്തെ 100ഓളം വീടുകളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളം കയറിയിരിക്കുന്നത്. നിരവധി വീടുകളിലേക്കൊക്കെ തന്നെ കടൽ മണ്ണും ചെളിയും എല്ലാം അടിഞ്ഞ് അവർക്ക് വാസയോഗ്യം പോലും അല്ലാത്ത അവസ്ഥയിലാണുള്ളത്. നമ്മൾ പ്രദേശത്ത് ചെന്നപ്പോൾ തന്നെ അവർ അവരുടെ നിസ്സഹായ അവസ്ഥ നമ്മളോട് പങ്കുവച്ചതുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയ കടവിലാണ്, ചെല്ലാനത്തെ ചെറിയ കടവിലാണ് നിൽക്കുന്നത്. കണ്ണമാലി മുതൽ ചെറിയ കടവ് ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഉയർന്ന തിരമാലകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കടലാക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയും ഒക്കെ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ പോലും ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് തന്നെ ഇവർ ഇതിനൊരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികളും സ്ത്രീകളും അടക്കം തന്നെ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ടുകളിൽ വീടുകളിനുള്ളിൽ തന്നെ കഴിയുകയാണ്. പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാനാവാത്തൊരു സ്ഥിതിയാണുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് ചെറിയ കടവിലെ ഈ റോഡാണ്. മെയിൻ റോഡിൽ ഇവിടെ ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ വഴിതിരിച്ചു വിടുകയാണ്. ഇവർക്ക് ദൈനംദിന കാര്യങ്ങൾ വരെ ഇത്തരത്തിൽ വെള്ളത്തിലൂടെ നിർവഹിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 100 കണക്കിന് വീടുകളിലേക്കാണ് ഇത്തരത്തിൽ കടൽ വെള്ളം കയറി നശിച്ചിരിക്കുന്നത്. പുതിയ വീടുകളിലേക്കൊക്കെ തന്നെ ഉപ്പുവെള്ളം കയറി അതിന്റെ കോൺക്രീറ്റ് ഭിത്തികളിലൊക്കെ തന്നെ ഇളക്കം തട്ടിയ അവസ്ഥയുണ്ട്. കടൽ ഭിത്തി ഈ പ്രദേശത്ത് കണ്ണമാലി മുതൽ ചെറിയ കടവ് വരെയുള്ള പ്രദേശത്ത് ജിയോ ബാഗ് പോലും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. നിലവിൽ ചെല്ലാനത്ത് മാത്രമാണ് കടൽ ആക്രമണം തടയാനുള്ള ടെട്രാ പാഡ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണമാലി മുതൽ ചെറിയ കടവ് വരെയുള്ള ഭാഗത്ത് യാതൊരു തരത്തിലുള്ള കടൽ ഭിത്തി ഒന്നും തന്നെ നിർമ്മിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച ജിയോ ബാഗുകൾ നിലവിലിപ്പോൾ കടലാക്രമണത്തിൽ ഒലിച്ചുപോയ അവസ്ഥയാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളോട് കളക്ടർ അറിയിച്ചിരുന്നു അടിയന്തരമായി തന്നെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ജിയോ ബാഗുകൾ സ്ഥാപിക്കുമെന്ന്. പക്ഷെ അവിടെ ഇപ്പോൾ മണൽ നിറയ്ക്കാൻ പോലും അവസ്ഥയില്ല. കാരണം മണലെല്ലാം തന്നെ കടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ മണൽ പോലും നിറച്ച് അവിടെ സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇവർക്കായി ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ? അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന സാഹചര്യമാണ്. പക്ഷെ പലരും അവിടെ നിന്ന് മാറാൻ വിമുഖത കാണിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അക്കാര്യത്തിൽ എന്താണ് വിവരം? അതൊക്കെ നമ്മൾ അവരോട് ക്യാമ്പുകളിലേക്ക് മാറുന്ന കാര്യം അന്വേഷിച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പ്രദേശം സന്ദർശിച്ചാണ് കടലാക്രമണ ഭീഷണി മുന്നേ അറിയിച്ചതുമാണ്. പക്ഷെ ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള ഒരു നിർദ്ദേശമോ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നില്ല. എന്നാൽ ചിലർ നമ്മളോട് പങ്കുവച്ചത് എല്ലാ വർഷവും ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറി, എന്നാൽ അവിടെ ഇത്തരത്തിലൊരു വലിയ സജ്ജീകരണം അവർക്ക് പാർപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. പക്ഷെ വർഷാവർഷം ഇങ്ങനെ ക്യാമ്പുകളിലേക്ക് മാറി 2 ദിവസം ക്യാമ്പിൽ കഴിയും, പിന്നെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിലെ സാധനങ്ങൾ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഗൃഹോപകരണങ്ങളെല്ലാം ചെളി കയറി നശിച്ചൊരവസ്ഥയാണ്. ഇതിങ്ങനെ എല്ലാ കാലവർഷക്കെടുതിലും എല്ലാ വർഷവും ഇത് തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു ശാശ്വത പരിഹാരം എന്നതാണ് വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ ചെല്ലാനം കണ്ണമാലിയിൽ നിന്നുള്ള വിവരങ്ങൾ അവിടുത്തെ എത്രത്തോളം ദുരിതത്തിലാണ് ജനങ്ങൾ കഴിയുന്നത് എന്നതാണ്. അവിടെ ജിയോ ബാഗ് ടെട്രാപോഡ് സ്ഥാപിച്ചിട്ടില്ല. ചില മേഖലയിൽ മാത്രമാണ് അതുള്ളത്. ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ജിയോ ബാഗാണുള്ളത്. അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. മണലെടുക്കാൻ പോലും മണലില്ലാത്ത അവസ്ഥ. അങ്ങനെ എന്താണ് പരിഹാരമെന്ന് ചോദിക്കുന്ന നാട്ടുകാരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്.